നെല്ലിക്കുഴിയിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. 100 കണക്കിന് ചെറു പാക്കറ്റുകളിലാക്കിയായിരുന്നു കഞ്ചാവ് വിൽപ്പന. ഏകദേശം 8 ഗ്രാം തൂക്കമുള്ള ഒരു പാക്കറ്റിന് 400 രൂപ വിലയിട്ടിരുന്നു എന്നാണ് സൂചന. ലഹരി വ്യാപനം തടയുന്നതിനായി സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തണ്ടർ പദ്ധതിയുടെ ഭാഗമായി എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ നെല്ലിക്കുഴിയിൽ നിന്നും 1.5 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. मारी काम 6 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഉത്തർപ്രദേശ് സ്വദേശി ഷഹ്സാദിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നെല്ലിക്കുഴി കവലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1.587 കിലോ കഞ്ചാവും ഏകദേശം 6 കിലോ പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തത്. 100 കണക്കിന് ചെറു പാക്കറ്റുകളിലായിരുന്നു കഞ്ചാവ് വിൽപ്പന. ഏകദേശം 8 ഗ്രാം വീതമുള്ള ഒരു പാക്കറ്റിന് 400 രൂപ വിലയിട്ടിരുന്നു എന്നാണ് സൂചന. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ശക്തമായ പരിശോധനകൾ നടന്നു വരികയാണെന്നും പൊതുജനങ്ങൾ വിവരങ്ങൾ നൽകി സഹായിക്കണമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് എംപി പറഞ്ഞു. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഈ നെല്ലിക്കുഴി ഭാഗത്ത് കട നടത്തിവരുന്ന ആളുടെ കൂടെയുള്ള ഒരു ഷംസാദ് എന്നയാള് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായിട്ട് നമുക്ക് വിവരം ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തിയതിൽ ഏതാണ്ട് 1.600 1 കിലോ 587 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ കടയിൽ നിന്നും ഏതാണ്ട് 6 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയായ ഈ ഷംസാദിൽ നിന്നും ഉത്തർപ്രദേശ് സ്വദേശിയായ ഷംസാദിനെ പ്രതി ചേർത്ത് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടുള്ള ശക്തമായ പരിശോധനകൾ നടന്നു വരികയാണ്. ഈ പ്രദേശവാസികളുടെ സഹകരണവും ഈ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഈ എക്സൈസ് വകുപ്പിനെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇത്തരം വിവരങ്ങൾക്ക് പൊതുജനങ്ങൾ വിവരം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കും. കെട്ടിട ഉടമകൾ ജാഗ്രത പാലിക്കണമെന്നും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് സനീറ നസീർ അറിയിച്ചു. UDF സർക്കാർ നിലവിൽ വന്നതോടുകൂടി തൂഫാന്റെയും ടെൻഡറിന്റെയും ഇതിൽ പരിശോധന നടത്തുകയും ഇവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ ഇടപെടലും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോ കെട്ടിട ഉടമസ്ഥരുടെയും ഇടയിൽ ഇങ്ങനെ ഇനി മുന്നോട്ട് ഈ പ്രവൃത്തികളായി മുന്നോട്ട് പോയി ഏത് കെട്ടിടത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണെങ്കിലും ആ കെട്ടിടത്തിന്റെ മേൽ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മീഡിയ 60 ന്യൂസ് കോതമംഗലം.